ഈ വെറും ഒരു 1,72,00,000 രൂപയിൽ തീരുന്ന വിഷയമായി നമ്മൾ ആരും കാണരുത്. അത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോടതി പോലും സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള സംശയം ഈ വിധിയിലൂടെ പുറത്തു വരികയാണ്. കാരണം ഈ കേസ് സ്റ്റേ ചെയ്ത ജഡ്ജിനെ ഈ കേസ് സ്റ്റേ എടുത്ത് മാറ്റുന്നു. ഞാൻ പറഞ്ഞു, ഇന്നൊക്കെ ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരുത്തൻ ഇരുന്നുകൊണ്ട്, ഒരുത്തൻ എന്ന് തന്നെ ഞാൻ പറയുക, അയാളൊരു ദേശീയ സെക്രട്ടറി ആണെന്നുള്ളത് നമുക്ക് അയാളൊക്കെ എന്തൊരു വിവരം കെട്ട, എന്തൊക്കെ നാണം കെട്ട അസംബന്ധ വാദങ്ങളാണ് അയാൾ ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. നമസ്കാരം. ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണിന്ന്. ഇന്നത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത കേട്ടുകൊണ്ടാണ്. നമ്മുടെ മുൻ മുഖ്യമന്ത്രിയും ധർമ്മടം MLA പിണറായി വിജയൻ്റെ തിരുവനന്തപുരത്തുള്ള വാടക വീട്ടിലും കണ്ണൂരിലെ ധർമ്മടത്തെ വീട്ടിലും മരുമകൻ മുഹമ്മദ് റിയാസിൻ്റെ വീട്ടിലുമൊക്കെ ED ഒരേ സമയം 12 ഇടങ്ങളിൽ റെയ്ഡ് നടത്തുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നത്. ഞാനും ഷാജഹാൻ സാറും ഉൾപ്പെടെയുള്ളവർ ഇത്തരം ചർച്ചകളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ലാവ്ലിൻ കേസും മാസപ്പടി കേസും ഡൽഹി ഹൈക്കോടതിയും സുപ്രീം കോടതിയും പലതവണ നീട്ടിവെച്ചതിൻ്റെ പിന്നിൽ BJP ആണെന്നുള്ള ഒരു ആരോപണം ഞങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. പക്ഷേ ആ ആരോപണം BJPക്ക് അത് തിരിച്ചടിയാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് പിണറായി വിജയൻ്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണ്. പിണറായി വിജയൻ്റെ മകളിൽ നിന്ന് മൊഴിയെടുക്കുകയാണ്. അങ്ങനെയുള്ള വളരെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം ഇത് അവരുടെ മേൽ പതിഞ്ഞിരിക്കുന്ന ഒരു കഴുനിഴൽ അകലാനുള്ള ഒരു കാര്യമാണ്. പക്ഷേ പിണറായി വിജയൻ്റെ ഒരു രാഷ്ട്രീയ ഭാവിയും സ്വകാര്യ ജീവിതവും ഇനി എങ്ങനെയാകും എന്നുള്ളതാണ് നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെയും മകളുടെയും പോക്ക് ജയിലിലേക്കായിരിക്കുമെന്ന് ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല, ഞാൻ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ പോരാട്ട ജീവിതത്തിലെ ഒരു സുപ്രധാന ഘട്ടം ഇന്ന് സാർത്ഥകമായിരിക്കുക. എനിക്ക് തോന്നുന്നു കേരളത്തിലെ പൊതുരംഗത്ത് ഈ വിജയനും വീണ വിജയനും അടങ്ങിയിട്ടുള്ള ഈ മാസപ്പടി കേസ് എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും ആ കേസുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വിവരങ്ങൾ ജനങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്നുകൊണ്ടും ആ വിഷയം അന്വേഷിക്കാത്തത് CPM-ഉം BJP-യും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടും എനിക്ക് തോന്നുന്നു ചുരുങ്ങിയതൊരു 2 ഡസൻ വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിലെൻ്റെ ഒരു അസ്വസ്ഥത, ഒരു ആശങ്ക, ഒരു മനോദുഃഖം, ഒരു മനോവേദ ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞാൻ ചെയ്ത വീഡിയോകൾക്ക് കണക്കില്ല. ഏറ്റവും അവസാനമായി നമുക്കറിയാം, ഈ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ ഈ കരിമണൽ കർത്താവിൻ്റെ കമ്പനി ഇന്ത്യയിൽ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള വക്കീലായിട്ടുള്ള കപിൽ സിബലിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങളുടെ ഭാഗമായി എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് ഒരു 25ാമത്തെ തവണയാണ് ആ കേസ് ഡൽഹി ഹൈക്കോടതി മാറ്റിവെച്ചത്. അപ്പോൾ അതിനെതിരെയൊക്കെ ഒട്ടനവധി തവണ വീഡിയോകളിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് ഒരു സംശയവുമില്ലാതെ പറയാം. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരാളും, ഒരു രാഷ്ട്രീയ പാർട്ടിയും, ഒരു ദൃശ്യമാധ്യമമോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമമോ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എനിക്ക് അടിവരയിട്ട് എനിക്ക് എവിടെയും പറയാൻ കഴിയും. ഞാനിപ്പോൾ അത് വീഡിയോയിലെടുത്ത് നോക്കരുത്. ഒരു 12 വീഡിയോകൾ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ എടുത്ത് എനിക്ക് വീട്ടു തന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കൂടി ഞാൻ പറഞ്ഞിരുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ ശരിയാണ് എന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലെനിക്ക് സുപ്രധാനമായി പറയാനുള്ളൊരു കാര്യം കോടതിയുടെ നിലപാടിനെ കുറിച്ചിട്ടാണ്. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യത്തിൽ ഇത്ര പെട്ടെന്ന് കോടതി എങ്ങനെ മാറി ചിന്തിച്ചു എന്നുള്ളത് എനിക്ക് വളരെ അത്ഭുതകരമായി എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ നിന്ന് പോയതിൽ കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയും വളരെയധികം സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയം എനിക്കിപ്പോൾ മനസ്സിലായി. സന്തോഷത്തിൻ്റെത് മാത്രമല്ല, അതായത് നീതിന്യായ വ്യവസ്ഥയെ പോലും വളരെ സമ്മർദ്ദപ്പെടുത്തി വെച്ചിരിക്കുന്ന പല വിധികളും പൊതുജനങ്ങൾക്ക് പോലും സംശയമുണ്ടാക്കുന്ന രീതിയിൽ നീതിന്യായ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ ആ സമ്മർദ്ദത്തിൻ്റെ ഒക്കെ ഒരു വിടുതലാണ് ഈ ഭരണമാറ്റത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. അത് പ്രകടിപ്പിച്ചു. അതിൽ എനിക്ക് സുപ്രധാനമായിട്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഈ കേസ് ആദ്യം കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നു. ഈ അന്വേഷണം മരവിപ്പിക്കാൻ വേണ്ടി മകൾ ഇവിടെ വന്നു. പക്ഷെ അന്ന് ഹൈക്കോടതി അതിന് അനുകൂലമായിട്ടുള്ള നിലപാടല്ല എടുത്തത്. മരവിപ്പിക്കുന്നതിന് കോടതി സമ്മതിച്ചില്ല. അതിനെ തുടർന്ന് മകള് ബാംഗ്ലൂർ ഹൈക്കോടതിയിൽ പോയി. അവിടെ ഈ കേസ് തള്ളിപ്പോയി. ചെന്നൈ ഹൈക്കോടതിയിൽ പോയി. അവിടെ ഈ കേസ് തള്ളിപ്പോയി.
അതിനെ തുറന്നിട്ടാണ് കരിമണ കർത്താവ് ഡൽഹി ഹൈക്കോടതിയിൽ പോയത്. അപ്പോൾ അതിനിടയിൽ വേറെ ഒന്ന് രണ്ട് സംഭവങ്ങൾ നടന്നു. ഒന്ന്, ഈ സ്പെഷ്യൽ ഫ്രോഡ്, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണവുമായി രംഗത്ത് വന്നു. ആ രംഗത്ത് വരാൻ കാരണം നമുക്കറിയാം, ഷോൺ ജോർജാണ്. ഷോൺ ജോർജിൻ്റെ ഇടപെടലിനെ തുടർന്ന് അന്വേഷണം നടന്നു. ആ അന്വേഷണം പൂർത്തിയാക്കി എറണാകുളം ചീഫ് ജസ്റ്റിസ് മജിസ്ട്രേറ്റ് കോടതിയിലാണെന്ന് എനിക്ക് തോന്നുന്നു. കോടതി 7 മറ്റോ കുറ്റപത്രം സമർപ്പിച്ചു. ആ കേസിൽ 3-ാം പ്രതിയോ 9-ാം പ്രതിയോ മറ്റോ ആയിരുന്നു വിജയൻ്റെ മകൾ വീണ. അവർക്ക് സമൻസ് കൊടുക്കുന്ന സമയമായപ്പോൾ കേരള ഹൈക്കോടതി ഈ കേസിൽ കയറി ഇടപെട്ടു. അന്ന് കോടതിയെപ്പോലും വിമർശിച്ചുകൊണ്ട് കോടതിയലക്ഷ്യ കേസ് പോലും വരാൻ പാകമാകുന്ന തരത്തിൽ ഞാൻ കോടതിക്ക് ഈ കേസിൽ ഇടപെടാൻ എന്ത് അവകാശം എന്ന് ഞാനന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കോടതി പറഞ്ഞെന്താണെന്നറിയോ? ഇനി ഞാനിപ്പോൾ ഓർക്കുകയാണ്. കോടതി പറഞ്ഞത് സ്വാഭാവിക നീതി നിഷേധിച്ചു, പ്രതിയെ കേട്ടില്ല എന്നാണ് അന്ന് കോടതി പറഞ്ഞത്. എന്നാൽ ഞാൻ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കിയത് കമ്പനീസ് ആക്ടിൽ അങ്ങനൊരു വകുപ്പില്ല. കമ്പനീസ് ആക്ടിൻ്റെ നടപടിക്രമങ്ങൾ വേറെയാണ്. കമ്പനീസ് ആക്ടിൽ ഈ നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പിന്നെ പ്രതിയെ കേൾക്കണമെന്നൊരു വകുപ്പില്ല. കമ്പനീസ് ആക്ടിൻ്റെ പ്രകാരമാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ കേസ് അന്വേഷിച്ചത്. അപ്പോൾ സ്വാഭാവികമായും എന്തടിസ്ഥാനത്തിലാണ് പ്രതിയെ കേട്ടില്ല എന്ന് പറഞ്ഞ് ഈ കേസിന് സ്റ്റേ കൊടുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ജസ്റ്റിസ് TR രവിയുടെ ബെഞ്ചിൻ്റെ വിധിക്കെതിരെ ഞാൻ അന്ന് വീഡിയോ ചെയ്തതാണ്. അതേ രവിയുടെ ബെഞ്ചാണ്. അതെ. അപ്പോൾ അത് വളരെ ഷാർപ്പായിട്ടാണ് ഞാൻ ചെയ്തത്. ആ ജഡ്ജിക്കെതിരായിട്ട് തന്നെയാണ് ഞാൻ ആ വീഡിയോ. എന്നോട് പലരും പറയുകയും ചെയ്തു, ഷാജാൻ അടുത്ത കേസ് വരും എന്ന് പറയും. ഞാൻ പറഞ്ഞു വരട്ടെ. എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ, അതേ ജഡ്ജി തന്നെ, ജസ്റ്റിസ് TR രവി തന്നെ മെയ് 26-ാം തീയതി 39 പേജുള്ള ഈ വിധിന്യായത്തിലൂടെ സ്റ്റേ എടുത്തു മാറ്റിയിരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിൽ അന്തർലീനമാണ് എന്നുള്ളത് കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസുമായി മുന്നോട്ട് പോകാം എന്ന് സ്റ്റേ നൽകിയ ജഡ്ജി തന്നെ സ്റ്റേ റിവോക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ സുമേഷ് പറഞ്ഞൊരു വിഷയം അതിനകത്ത് അന്തർലീനമാണ്. എന്താണ് ആ വിഷയം? ആ വിഷയം എന്ന് പറയുന്നത്, പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരില്ലായിരുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പിണറായി വിജയനെതിരെ ഹൈക്കോടതിയിൽ നിന്ന് വിധി വരില്ലായിരുന്നു എന്നും പറഞ്ഞ് എത്രയോ വീഡിയോകൾ ഞാൻ ചെയ്തു. എനിക്ക് എണ്ണം പോലും എനിക്ക് നോക്കാൻ കഴിയില്ല. എനിക്ക് അത്ഭുതം തോന്നുന്നത് നവീൻ ബാബുവിന്റെ കേസിൽ പോലും CBI അന്വേഷണത്തെ ഹൈക്കോടതി എതിർത്തു എന്നുള്ളതാണ്. നവീൻ ബാബുവിന്റെ കേസ് മാത്രമല്ല, എത്രയോ കേസുകൾ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഞാനൊരു 50 വീഡിയോകളെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് സിംഗിൾ ബെഞ്ച് എതിർത്തു, ഡിവിഷൻ ബെഞ്ച് എതിർത്തു, സുപ്രീം കോടതി എതിർത്തു. ഈ 3 കോടതികളെയും വിമർശിച്ചുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. ലാവ്ലിൻ കേസിൽ നിന്ന് എത്ര ജഡ്ജിമാർ പിന്മാറി. മാസപ്പടി കേസ് പോലും ഹൈക്കോടതിയിൽ വന്നപ്പോൾ പിണറായി വിജയൻ അനുകൂലമായിട്ടാണ് വന്നത്. അപ്പോൾ കഴിഞ്ഞൊരു 10 വർഷം എടുത്ത് നോക്കിയാൽ പിണറായി വിജയനെതിരെ ഒരു കോടതി, കേരളത്തിലെ ഹൈക്കോടതി ഒരു വിധി പോലും പിണറായി വിജയനെതിരെ പുറപ്പെടുവിക്കാതിരിക്കുന്ന എന്തെങ്കിലും ഒരു വകുപ്പുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥ IPC, CRPC, BNS ഒക്കെ പിണറായി വിജയൻ പൊളിച്ചെടുത്തുമായിരുന്നു. ലോകായുക്ത പൊളിച്ചെഴുതിയതുപോലെ. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ കോടതി പോലും സമ്മർദ്ദത്തിലായിരുന്നു എന്നുള്ള സംശയം ഈ വിധിയിലൂടെ പുറത്തു വരികയാണ്. കാരണം ഈ കേസ് സ്റ്റേ ചെയ്ത ജഡ്ജിനെ ഈ കേസ് സ്റ്റേ എടുത്ത് മാറ്റുന്നു. മനസ്സിലായോ? അപ്പൊ കോടതിയെപ്പോലും സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയായിരുന്നോ പിണറായി വിജയൻ എന്നുള്ള തോന്നൽ ഈ വിധിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിൽ വരികയാണ്. നമ്മളിതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇപ്പോൾ CPM അവിടെ ഇവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 5, 6, 10, 15 ഒക്കെ ആയിട്ട് വന്നിട്ട്. അല്ല, എനിക്ക് അറപ്പാണ് തോന്നുന്നത്. അനിൽകുമാർ, കോട്ടയത്ത് നിന്ന് തോറ്റയാളുണ്ടല്ലോ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് ചാനൽ ചർച്ചയിൽ വന്ന് കോമാളിയാകുന്ന ഒരു അനിൽകുമാർ, വാസവൻ, ഇവരൊക്കെ വന്നിട്ട് അവിടെ സമരം നടത്തുകയാണ്. അതുപോലെ P. ജയരാജൻ പറയുകയാണ്, EP. ജയരാജൻ പറയുകയാണ്, ഗോവിന്ദൻ പറയുകയാണ്. എന്ത് തലയ്ക്ക് വെളിവില്ലാത്തവന്മാരാണ് എന്നുള്ളതാണ്. നമ്മളത് സംബന്ധിച്ച് നമുക്കൊരു ക്ലാരിറ്റി അതിനകത്തൂടെ പ്രേക്ഷകർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ BJP ഗവൺമെൻറ് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു നെറേറ്റീവ് ഉണ്ട്. അത് പൂർണ്ണമായിട്ട് തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. ഉദാഹരണത്തിന് അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും അയാളെ 4 മാസം ജയിലിലിട്ടത് വെറും പുകമറ മാത്രമായിരുന്നു എന്ന് പറഞ്ഞ് കോടതി അയാളെ ഇപ്പോൾ വെറുതെ വിട്ട സംഭവം നമുക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു ആയുധമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മോഡി സർക്കാർ ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ആരും തർക്കമില്ല. ഞാൻ പലതവണ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അത് ഉപയോഗിച്ചുകൊണ്ട് ഈ വിജയൻ്റെ പ്രഭൃതികൾ, ഈ വാസവനെ പോലെയൊക്കെയുള്ള ഈ എടുക്കാച്ചരക്കുകൾ, കീറക്കടലാസുകൾ തെരഞ്ഞെടുപ്പിൽ തോറ്റവർ രംഗത്ത് വന്നാൽ അത് വിലപ്പോവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു കാരണവശാലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെ ഈ ഒരു നീക്കത്തെ നമുക്ക് ഒരു കാരണവശാലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. എന്താ കുറ്റപ്പെടുത്താൻ പറ്റാത്തതിൻ്റെ കാരണം എന്താ? അരവിന്ദ് കെജ്രിവാളിനെ അന്ന് ജയിലിലിട്ടപ്പോൾ അതിനകത്തൊരു തെളിവുണ്ടായിരുന്നില്ല, വെറും പുകമറ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ മാസപ്പടി കേസിലെ അവസ്ഥ എന്താ? എങ്ങനെയാണ് മാസപ്പടി കേസ് ഉത്ഭവിച്ചു വന്നത്? അത് ഈ എടുക്കാച്ചരക്കുകൾ, ഈ കീറക്കടലാസുകൾ, ഈ റോഡിലിരുന്ന് ഗ്വാ വിളിക്കുന്നവന്മാർ മനസ്സിലാക്കണം. എങ്ങനെയാണ് അത് വന്നത്? 2016 2019 മറ്റോ ഇൻകം ടാക്സ് കരിമണ കർത്താവിൻ്റെ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ ഒരു റെയ്ഡ് നടത്തുന്നു. ആ റെയ്ഡ് നടത്തുമ്പോൾ അവർക്ക് കിട്ടുന്നത് എന്താ? കുറേ രേഖകൾ കിട്ടുന്നു, കുറേ എഗ്രിമെൻറ്റുകൾ കിട്ടുന്നു. നോക്കുമ്പോൾ എന്താ, 2016 19 ഇടയ്ക്ക് കൊച്ചിൻ റൂട്ടൈൽസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞ കരിമണ കർത്താവിൻ്റെ കമ്പനി പലപ്പോഴായിട്ട് വീണാ വിജയൻ്റെ കമ്പനിയായിട്ടുള്ള എക്സാലോജിക്കിനും 1,72 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നു. അവർക്ക് ബോധ്യമാവുന്നു. അവരാ രേഖ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നതാ, ഒരു സേവനവും കൊടുത്തിട്ടില്ല വീണാ വിജയൻ്റെ കമ്പനി. അപ്പോൾ ഒരു സേവനവും കൊടുക്കാതെ പണം വാങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇൻകം ടാക്സ് അന്ന് എന്ത് ചെയ്തു? അന്ന് കരിമണ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ പോലുള്ള ഉന്നത ഓഫീസർമാർ, IT ഡിപ്പാർട്ട്മെൻറ്റ് ജോലി ചെയ്യുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, അവരുമായിട്ടൊക്കെ അവർ മൊഴിയെടുത്തു. ആ മൊഴിയിലൊക്കെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം അവർ പറയുന്നത് എന്താ? ഒരു സേവനവും നൽകിയിട്ടില്ല. IT മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കമ്പനിയാണല്ലോ. അപ്പം കരിമണൽ കർത്താവിൻ്റെ കമ്പനിയിലെ IT ഡിപ്പാർട്ട്മെൻറ്റിലെ ഉന്നതർ പറയുന്നു, അവർ മൊഴി കൊടുക്കുന്നു. ആ മൊഴിയെല്ലാം റിപ്പോർട്ടിലുണ്ട്. ഒരു സേവനവും കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു. ഒരു സേവനവും കൊടുക്കാതെ 1,72 ലക്ഷം രൂപ വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ വിജയൻ്റെ മകൾ വാങ്ങിക്കിട്ടുണ്ട് എന്നുള്ള അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേസെടുത്തിട്ടുള്ളത്. അല്ല, മാത്രമല്ല ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് 2020 കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ബിനീഷ് കോടിയേരിയെ ഇതേ കേസിൽ, കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ED ചോദ്യം ചെയ്യുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് അവരുടെ കയ്യിൽ രേഖകൾ ഉണ്ടായിരിക്കുമല്ലോ, ആ രേഖകളുടെ അടിസ്ഥാനത്തിലായിരിക്കും ബിനീഷിനെ അറസ്റ്റ് ചെയ്തത്, അത് അവർ ബിനീഷിൻ്റെ കാര്യം അവരുടെ കുടുംബം നോക്കിക്കൊള്ളും എന്നാണെന്ന് പിണറായി വിജയൻ പറഞ്ഞത്. അന്ന് ഈ കോടിയേരി ബാലകൃഷ്ണനെതിരെയും ഈ അനുകൂലമായിട്ടും ഈ ബിനീഷ് കോടിയേരിക്ക് അനുകൂലമായിട്ടും ഈ രംഗത്തിറങ്ങാൻ ഒരു പാർട്ടി അണികളും ഇല്ലായിരുന്നു. ഈ പിണറായി വിജയൻ പോലും തള്ളി പറയുന്ന ഒരു അവസ്ഥയാണ്. അവിടെയാണ് ഇന്ന് ബിനീഷ് കോടിയേരി പിണറായി വിജയനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ അലവലാതി ചെറുക്കൻ പിണറായി വിജയനെ ഗതികേടാണ്. ഞാനത് ഇന്റർവ്യൂ കണ്ടു. അതായത് ഈ ബിനീഷ് കോടിയേരി എന്ന് പറഞ്ഞ ഒരു അലവലാതി മൂന്നാം കിട ചെറുക്കൻ വന്നിട്ട് പിണറായി വിജയനെ ന്യായീകരിക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രത്തോളം അധപ്പതിച്ചു. അത് ഞാൻ ഒരിക്കലും അത് കരുതുന്നില്ല. കാരണം ബിനീഷ് കോടിയേരിയുമായിട്ട് വളരെയധികം സൗഹൃദമുള്ള ഒരാളാണ് ഷോൺ ജോർജാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് പിണറായി വിജയൻ അല്ല, ഈ ബിനീഷ് കോടിയേരിയുടെ കൃത്യമായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള ഒരു പ്രതികരണമാണെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ്, പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഈ പിണറായി വിജയന്റെ മകൾക്കെതിരെ ആരോപണം ഉയർന്നു വരുന്നതിന് മുമ്പ് ഉയർന്നു വന്ന ഒരു സുപ്രധാനപ്പെട്ട ആരോപണമാണ് ബിനീഷ് കോടിയേരിക്കെതിരെയും ബിനോയ് കോടിയേരിക്കെതിരെയും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഉയർന്നു വന്നത്. അതൊന്നോ രണ്ടോ ആരോപണങ്ങളല്ല, 3-4 ആരോപണങ്ങൾ വന്നു. ബിനീഷ് കോടിയേരിക്കെതിരെ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് വന്നു. അവൻ പരപ്പനഹാര അഗ്രഹാര ജയിലിൽ കിടന്നു. ബിനോയ് കോടിയേരിക്കെതിരെ എത്രയോ കോടി രൂപ വിദേശത്ത് കൊടുക്കാനുണ്ട്, അവനെ തടഞ്ഞു വെച്ചെന്ന് പറഞ്ഞിട്ടുള്ള വിവാദം വന്നു. ബിനോയ് കോടിയേരിക്ക് അനധികൃതമായിട്ടുള്ള വിവാഹബന്ധത്തിൽ ഒരു കുട്ടിയുണ്ടെന്നുള്ള, അപ്പം പലതരം ആരോപണങ്ങളും കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കെ കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്കെതിരെ ഉയർന്നു വന്നു. ആ ഉയർന്നു വന്ന സമയത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ ഈ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? നമ്മളത് വളരെ വിശദമായിട്ട് പരിശോധിക്കണ്ടേ. അന്ന് എന്താ പാർട്ടി പറഞ്ഞത്? അതവരുടെ കാര്യമാണ്, അത് അവർ നോക്കിക്കോളും എന്ന് പറയുകയും പാവപ്പെട്ട കോടിയേരി ബാലകൃഷ്ണന് അന്ന് പാർട്ടി സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് ഇറങ്ങിപ്പോകേണ്ടി വരികയും ചെയ്തു. അപ്പോൾ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾക്കെതിരെ ആരോപണം വന്നപ്പോൾ കോടിയേരി ബാലകൃഷ്ണനെ പരിപൂർണമായി തള്ളിയ ഈ പാർട്ടിയാണ്
പിണറായി വിജയന്റെ മകൾക്കെതിരെ ഈ ആരോപണം ഉയർന്നു വന്നപ്പോൾ നാണം കെട്ട രീതിയിൽ അതിനെ ന്യായീകരിച്ചത്. അതെ, ഗോവിന്ദൻ ന്യായീകരിച്ചു, എല്ലാ വൃത്തികെട്ടവന്മാരും ന്യായീകരിച്ചു. ഞാൻ പറഞ്ഞു, ഇന്നൊക്കെ ബേബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരുത്തൻ ഇരുന്നുകൊണ്ട്, ഒരുത്തൻ എന്ന് തന്നെ ഞാൻ പറയുക, അയാളൊരു ദേശീയ സെക്രട്ടറി ആണെന്നുള്ളത് നമുക്ക് പറയാം. അയാളൊക്കെ എന്തൊരു വിവരം കെട്ട, എന്തൊക്കെ നാണം കെട്ട അസംബന്ധ വാദങ്ങളാണ് അയാൾ ഇന്ന് ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞു, അയാളൊക്കെ ഒരു എത്രയോ തവണ MP ഒക്കെ ആയിട്ടിരുന്ന, മന്ത്രിയൊക്കെ ആയിട്ടിരുന്ന ഒരു മനുഷ്യനല്ലേ. അയാൾ എന്തെങ്കിലും വിവരത്തിനൊരു കണികയെങ്കിലും ഉണ്ടോ അയാൾക്ക് ഈ വിഷയത്തിൽ മുഴുവൻ ആദ്യാവസാനം തെളിവുകൾ കിടക്കല്ലേ. അതിനെക്കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ അയാൾ പറയുന്ന മറുപടി എന്ന് പറയുന്നത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഈ പാർട്ടി ഇനി കേരളത്തിൽ ഒരിക്കലും തിരിച്ചു വരില്ല. അപ്പോൾ ഇത് പിണറായിൻ്റെ മകൾ കാണിച്ച അഴിമതി, അത് പിണറായിൻ്റെ മകൾ കാണിച്ച അഴിമതിയാണ്, അത് അവൾ നോക്കിക്കോളും, നിയമപരമായിട്ട് അവർ നീങ്ങിക്കോളും എന്ന് പറയുന്നതിന് പകരം അവർ വന്നിട്ട് അതിനെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എന്തുകൊണ്ടാണ് ED റെയ്ഡ് വന്നത്? ഹൈക്കോടതി അന്വേഷിച്ചോളാൻ പറഞ്ഞു, ഹൈക്കോടതി റെയ്ഡ് നടത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെയല്ലേ ഇപ്പം ED റെയ്ഡ്? അവിടെ BJPക്ക് എന്താ പ്രസക്തി? അവിടെ സംഘപരിവാറിന് എന്താ പ്രസക്തി? BJP ഗവൺമെന്റ് എന്താ പ്രസക്തി എന്താ? പിന്നെ ഈ കേസിലെ വ്യത്യാസം ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ കേസിൽ അർത്ഥശങ്കയ്ക്കിടില്ലാത്ത വിധത്തിലുള്ള തെളിവുകളും രേഖകളും ഉണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നെ ED അന്വേഷണം നടത്തുന്നത്. ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു അധിക നിയമപരിരക്ഷ പ്രതീക്ഷിച്ച് തന്നെയാണല്ലേ പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്ത് കടിച്ചു തൂങ്ങി കിടക്കുന്നത്? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഞാൻ പറയുന്നത്, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അത് ഞാൻ പിന്നീട് വരും ദിവസങ്ങളിൽ ഞാൻ പറയും. ഇത് ഈ വെറും 1,72,00,000 രൂപയിൽ തീരുന്ന വിഷയമായി നമ്മൾ ആരും കാണരുത്. അത് മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണ്. ഇവിടെ മാധ്യമങ്ങൾ പറയുന്നത് അവർ 1,72,00,000 രൂപ മേടിച്ചു, അതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഒന്നുമല്ല, ഇത് വെറും ഒരു മറ മാത്രമാണ്. ഈ 1,72,00,000 രൂപ ശതകോടികൾ ഈ എക്സാലോജിക് കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട്. എക്സാലോജിക് കമ്പനിയിലേക്ക് ശതകോടികൾ വരാൻ വേണ്ടിയിട്ടുള്ളൊരു മറ മാത്രമായിരുന്നു ഈ കമ്പനി. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഷെൽ കമ്പനി ആയിട്ടുള്ള ഈ എക്സാലോജിക്കിന് ഒരു സാങ്കേതിക പരിജ്ഞാനമൊന്നുമില്ല. അവർ ചുമ്മാ ചില്ലറ ഈ നഴ്സറി പിള്ളേർക്ക് കൊടുക്കുന്ന പോലത്തെ ചില സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്ന കമ്പനി, അതൊരു ഷെൽ കമ്പനിയായിരുന്നു. അന്വേഷണം വന്നതിന് ശേഷം ബോർഡ് പോലും ഇല്ലല്ലോ. അതൊരു പോയിന്റാണ്. ഒരു കമ്പനിയുണ്ട്, ആ കമ്പനിക്കെതിരെ ആരോപണം ഉയരുന്നു, ആ കമ്പനി എന്തിനാണ് പ്രവർത്തനം നിർത്തിയിട്ട് പോകുന്നു? ആ കമ്പനി ആരോപണത്തെ പ്രതിരോധിക്കല്ലേ വേണ്ട? അല്ല, ഇവിടെ ഇത് നമ്മൾ കുറച്ചു കാലം മുന്നോട്ട് പോകണം. അതായത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് കമല എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനി സിംഗപ്പൂരിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ CBI കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെ ഒരു കമ്പനി പിണറായി വിജയന്റെ ഉടമസ്ഥതയിൽ ഇല്ല എന്നുള്ളതാണ്. ലാവ്ലിൻ കേസിന്റെ അന്വേഷണം CBI തുടങ്ങിയതിൽ പിന്നെയാണ് ആ കമ്പനി അവിടെ പൂട്ടിയത് എന്നുള്ളതാണ് വാസ്തവം. അപ്പം അതും ഇതുപോലത്തെ ഷെൽ കമ്പനിയായിരുന്നുള്ളത്. അപ്പം ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് എന്താണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനി കരിമണ കർത്താവിൻ്റെ 1,72,00,000 രൂപ വാങ്ങിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കമ്പനിയല്ല. ആ കമ്പനി പിണറായി വിജയൻ നടത്തുന്ന അഴിമതി ഇടപാടുകളിൽ നിന്നുള്ള പിന്നെ പണം പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മകളുടെ പേരിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു കമ്പനിയാണ്. ആ കമ്പനി വിദേശത്തും ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരുന്നു. സ്വാഭാവികമായി ഈ പണം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പം ഷോൺ ജോർജ് എന്നൊരു കാര്യം പറഞ്ഞത്, എന്തോ ഒരു അമേരിക്കൻ എന്തോ കൊമേഴ്സ്യൽ ബാങ്ക് എന്ന് പറഞ്ഞൊരു ബാങ്ക് ഉണ്ടായിരുന്നു ഗൾഫിൽ. ആ ബാങ്കിലെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു. ആ അക്കൗണ്ട് ആരുടെ പേരിലായിരുന്നു? വീണ വിജയൻ്റെയും ഈ പിണറായി വിജയൻ്റെ സ്റ്റാഫിലൊരു സുനീഷ് എന്ന് പറയുന്ന ചെറുക്കൻ്റെ പേരിലുള്ള ഒരു ജോയിൻ്റ് അക്കൗണ്ട് ആയിരുന്നു. ആ അക്കൗണ്ട് ഏതാണ്ട് 1-2 വർഷം മുമ്പ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് തന്നെ ക്ലോസിംഗ് ബാലൻസ് തന്നെ ആ അക്കൗണ്ടിൽ 10 കോടി രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അല്ല, അത് മാത്രമല്ല, അന്ന് സ്വപ്ന സുരേഷ് ഞങ്ങൾക്ക് തന്ന ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് പിണറായി വിജയനും മകളും IT മേഖലയിൽ അമേരിക്കയിൽ 150 കോടിയോളം രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, ഈ എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി ഒരു കൺഡ്യൂയിറ്റ് മാത്രമായിരുന്നു. അതിലൂടെ പണം കൊണ്ടുപോയി വിദേശത്ത് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം മാത്രമായിരുന്നു. ഇത് പ്യുവർ മണി ലോണ്ടറിങ് ആണിത്. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ ആണ് എന്നുള്ളത് വ്യക്തമാണ്. കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഈ കേസ് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി സ്റ്റേ വെക്കേറ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഗൗരവതരമായി ഈ കേസ് അന്വേഷിച്ചാൽ അധികം താമസിക്കുന്നതിന് മുമ്പേ വിജയനും മകളും അഴി എണ്ണിയാൽ പോലും അത്ഭുതമില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതിനെ മറ്റ് കേസുകളുമായി താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇതിലിറങ്ങുന്നവന്മാരാരായാലും MA ബേബി മുതൽ ആര്യ രാജേന്ദ്രൻ വരെയുള്ളവർ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കള്ളപ്പണം വെളുപ്പിച്ചവന് വേണ്ടി നിങ്ങൾ രംഗത്ത് ഇറങ്ങരുത്. വിജയനും മകളും കള്ളപ്പണം വെളുപ്പിച്ചവരാണ്.
കള്ളപ്പണം വെളുപ്പിച്ചവർക്ക് വേണ്ടി നിങ്ങൾ മുദ്രാവാക്യം വിളിച്ചാൽ നിങ്ങളും പെടും എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം മുതൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഒരു വാക്കാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. ആ ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ എന്നോട് പ്രേക്ഷകരെ വിളിച്ച് ചോദിക്കായിരുന്നു, എന്തിനാണ് സാറേ ഇതിങ്ങനെ ചെയ്യുന്നത്? സാറേ ഇതൊന്നും ഇയാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ലാവ്ലിംഗ് കേസ് സാറ് നോക്ക്, മാസപ്പടി കേസ് സാറ് നോക്ക്, ആ കേസ് നോക്ക്, ഈ കേസ് നോക്ക്, ഇയാളൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ ചില്ല് കൊട്ടാരം പോലെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നത്. അതുകൊണ്ട് ഈ രാജ്യത്ത് ജനാധിപത്യമുണ്ട്, ഈ രാജ്യത്ത് ഭരണഘടനയുണ്ട്, ഈ രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട് എന്നൊക്കെ ഉള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത്. പിന്നെ ഏറ്റവും അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ KM ഷാജഹാൻ എന്ന് പറഞ്ഞ പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സാർത്ഥകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. എനിക്ക് പറയാനുള്ളത്, ഈ പറയുന്ന MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇതിൽ നിന്ന് പിന്മാറരുത് എന്നാണ്. കാരണം കമ്മ്യൂണിസം കുറച്ചുകൂടി നശിക്കാനുണ്ട്, കേരളത്തിലെ ജനങ്ങൾ കമ്മ്യൂണിസത്തെ കുറച്ചുകൂടി വെറുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ MA ബേബി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോഴും ഇനിയും പിണറായി വിജയനെ അനുകൂലിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെ അധികം സന്തോഷം തോന്നുന്ന ഒരു ദിവസമാണ് ഇത് എന്നുള്ളതാണ്. മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളതാണ്. പിണറായി വിജയൻ്റെയും മകളുടെയും പോക്ക് എന്തായാലും ജയിലിലേക്ക് തന്നെയാണ്. മുഖ്യമന്ത്രിയല്ലാത്ത പിണറായി വിജയൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു കീറക്കടലാസ് മാത്രമായിരുന്നു എന്നുള്ളത് ഇന്ന് തെളിയുകയാണ്. പിണറായി വിജയനെ ഒരിക്കൽ കൂടി അധികാരത്തിൽ കയറ്റി മുഖ്യമന്ത്രിയാക്കി കോൺഗ്രസിനെ തകർത്ത് 2031 അധികാരത്തിൽ വരുവാനോ അല്ലെങ്കിൽ തൂക്കുമന്ത്രിസഭ ഉണ്ടാക്കാനോ ഉള്ള BJPയുടെ ഒരു മോഹം മാത്രമായിരുന്നു പിണറായി വിജയനെ സംരക്ഷിച്ചതിന് പിന്നിലെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയും. അതാണ് ഞാൻ പറഞ്ഞത്, പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ BJPക്ക് അനിവാര്യ ഘടകമായിരുന്നു. പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവായി യാതൊരു അധികാരവും ഇല്ലാതിരിക്കുന്ന പിണറായി വിജയൻ BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാരം മാത്രമാണ്. അതുകൊണ്ട് പിണറായി വിജയനെയും മകൾക്കും എതിരെ നടന്നുകൊണ്ടിരിക്കുന്ന കേസിൻ്റെ അന്വേഷണങ്ങൾ ഊർജിതമാക്കുകയും അത് കൂടുതൽ നടപടികളിലേക്കും പോയാൽ അത് BJPക്ക് ഗുണം ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, BJP ഒരു ചുവരെഴുത്ത് പോലും നടത്താതെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തി കയ്യും കെട്ടി നിന്നാൽ പോലും 5 സീറ്റുകൾ BJPക്ക് ഇവിടെ കിട്ടുമായിരുന്നു പിണറായി വിജയനെയും മകളെയും പിടിച്ച് അകത്തിട്ടിരുന്നെങ്കിൽ. പക്ഷേ അതിപ്പോൾ എന്തായാലും അത് സംഭവിക്കാൻ പോവുകയാണ്, അത് യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. കർമ്മഫലം, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് കർമ്മഫലം എന്ന് പറയുന്ന ഒരു സംഭവത്തിലാണ്. ആ കർമ്മഫലം പിണറായി വിജയനെയും മകളെയും പിടികൂടിയിരിക്കുന്നു. അടുത്ത കൂടുതൽ സന്തോഷ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. വീണ്ടും കാണാം.